Yes, welcome back. നമ്മൾ COA ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. COAയിൽ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിന്റെ പാർട്ട് 2 ആണ് പറയുന്നത്. RISC-V അസംബ്ലി പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് പാർട്ട് 2. ഇപ്പൊ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തു, അതിന്റെ ബാക്കി ആണ് കേട്ടോ. അപ്പം ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ്, മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസ്, അപ്പം ഇതെല്ലാം നമുക്ക് ചുമ്മാ അറിയുന്നതാണ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പൊ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആൻഡ് ഓർ നോട്ട് ഇല്ല അതിനകത്ത് കേട്ടോ, നോട്ടില്ല, എക്സോർ ആണുള്ളത്. ആൻഡ് ഓർ ആൻഡ് എക്സോർ ആണ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ഇതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും ആണ് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിൽ ഉള്ളത്. അതിന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസും ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഏതിൽ പെടുന്നതാണ്? ആർ ടൈപ്പിൽ പെടുന്നതാണ്. ആർ ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്നത് 2 സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും. ഓക്കെ, RS1, RS2 ആൻഡ് RD ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം അത് ഓർത്തു വെക്കുക. പിന്നെ ഈ ഒരു ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിന് ഇമ്മീഡിയറ്റ് വേർഷൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് വേർഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഡൈ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആൻഡൈ, ഓറൈ, എക്സോറൈ. ഓക്കെ, അപ്പൊ 3 ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, ആൻഡും ഓറും എക്സോറും. ഇവിടെ നോട്ട് ഇല്ല കേട്ടോ, നോട്ട് ഇല്ല. നോട്ടിന് പകരം എന്താ വരിക എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുള്ള ആൻഡ് ഓർ എക്സോർ, അതിന് 2 സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും ആണ്. എന്നാൽ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷന്റെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? ഐ ടൈപ്പിൽ വരുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും വരിക. സോ അവിടെ എന്താ വരിക? ആൻഡ് ഐ, ഓർ ഐ ആൻഡ് എക്സോർ ഐ ആണ്. അവിടെ ഒരു സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആയിരിക്കുക ഉണ്ടാവുക. അതിന്റെ കൂടെ ഒരു എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, 12 ബിറ്റ് സൈൻ എക്സ്റ്റെൻഡഡ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഒരു 12 ബിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും അതിന്റെ കൂടെ ഉണ്ടാവുക. ഓക്കെ, മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് ഇത് പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ വീണ്ടും പറയുന്നു, ആൻഡ് ഓർ എക്സോറിനാണെങ്കിൽ അത് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. 2 സോഴ്സ് രജിസ്റ്റേഴ്സ് ആൻഡ് 1 ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. അതിന്റെ ഇമ്മീഡിയറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്, ആൻഡ് ഐ, ഓർ ഐ, എക്സോർ ഐ. അതിന് വന്നിട്ട് ഒരു സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും കൂടെ ഒരു 12 ബിറ്റ് ഇമ്മീഡിയറ്റ് ആണുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് S3, S1, S2. അപ്പൊ ആൻഡ് S3, S1, S2 എന്ന് പറയുമ്പോൾ എന്താണ്? S1ഉം S2ഉം കൂടിയിട്ട് ആൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ചെയ്യും, എന്നിട്ട് അത് S3യിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് ആണ് ഇതാ. S1ന്റെ വാല്യൂസ് ആണ് ഈ തന്നിട്ടുള്ളത് കേട്ടോ, സോഴ്സ് രജിസ്റ്റേഴ്സ് RS1ഉം RS2ഉം. S1 ആൻഡ് S2ന്റെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. നോക്കൂ, 0 ആൻഡ് 1. 0 ആൻഡ് 1 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് അറിയാലോ. 0, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. 1, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0 ആയിരിക്കും. അതുപോലെ തന്നെ 0, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ആകെ 1, 1 ആണെങ്കിൽ മാത്രമാണ് 1 വരിക. ഓക്കെ, ഇത് ഏതിന്റെയാണെന്ന് പറഞ്ഞ? ഇത് ആൻഡ്, ഇത് ആൻഡിന്റെയാണ്. ഓക്കെ, അപ്പൊ ഓറിന്റെ ആവുമ്പോൾ നേരെ തിരിച്ച്, ഓർ ഇൻസ്ട്രക്ഷൻ ആവുമ്പോൾ ഓറിനെ നമ്മൾ ഇങ്ങനെയാണല്ലോ നോട്ട് ചെയ്യുക. അപ്പൊ ഓറിന്റെ ആവുമ്പോൾ നേരെ തിരിച്ച് ഏതാ 1, 0, 0 ആവുമ്പോൾ മാത്രമേ 0 വരുള്ളൂ, ബാക്കി എല്ലാം 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു, ഡിജിറ്റലിൽ പഠിച്ചിട്ടുണ്ട് നമ്മള്. ഓക്കെ, സോ ഇവിടെ 0 ആൻഡ് 1, 0 ആൻഡ് 1 is 0, 1 and 1, 1 and 1 is 1, then again 1 and 1 is 1, 0 and 1 is 0. ഓക്കെ, അങ്ങനെ ഓരോ ബിറ്റ് വൈസ്, ഓരോ ബിറ്റ് വെച്ചിട്ടാണ് ആൻഡ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ആണെങ്കിലും ഓർ ആണെങ്കിലും. അപ്പൊ അത് ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ആൻഡിൻ്റെത് മൊത്തം സ്റ്റോർ ചെയ്യുന്നത് S3യിലാണ്. അപ്പൊ ഇത് എല്ലാത്തിന്റെയും, ഈ മൊത്തം കാണുന്നതിന്റെ എല്ലാത്തിന്റെയും ആൻഡ് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഈ S3 എന്ന് പറയുന്ന ഈ ഒരു റോയിലാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. അടുത്ത ഇൻസ്ട്രക്ഷൻ ഓർ S4, S1, S2. അപ്പം ഈ S1നെയും S2നെയും കൂടി ഓർ ചെയ്യുമ്പം സ്റ്റോർ ചെയ്യുന്നത് ഏതിലാണ്? S4. ഓക്കെ, അപ്പൊ അതാണ് ഈ S4. നോക്കിക്കോളൂ, 0 and 1 will be 1. ഇവിടെ 0 and 1 will be 1 അല്ലെ? Then 1 and 1 will be again 1. 1 and 1 will be 1. Then 0 and
1 will be 1. അപ്പോൾ അങ്ങനെ ഓക്കെ, ഈ ഒരു പാറ്റേണിൽ ഇത് മൊത്തം S4ന്റെ മൊത്തം എന്താണ് S1 ഓർ S2 ചെയ്ത വാല്യൂ ആണ് S4ലുള്ളത്. ഇനി അടുത്തത് XORന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ അറിയാലോ. 0 0 1 1 0 1 0 1. ഇതിനകത്ത് ഇതും ഇതും 1 ആയിരിക്കും, ബാക്കി രണ്ടും 0 ആയിരിക്കും. 0 ആൻഡ് ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ബാക്കി രണ്ടും ഒരേ ഇൻപുട്സ് ആണെങ്കിൽ ഔട്ട്പുട്ട്സ് വിൽ ബി 0. ഓക്കെ, അതാണ് XORന്റെ ട്രൂത്ത് ടേബിൾ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ S5ലാണ് ഈ S1 XOR S5 ചെയ്യുമ്പോൾ ഓക്കെ, അപ്പോ S1 XOR S2 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് S5ലാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 0 0 and 1. 0 XOR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 1 അല്ലെ. 1 ഉം 1 എന്ന് പറയുമ്പോൾ 1 and 1 പറയുമ്പോൾ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, അപ്പം ഈ ഒരു ട്രൂത്ത് ടേബിൾ വെച്ച് ഓരോ ബിറ്റ് ബൈ ബിറ്റ് എടുത്ത് നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ അല്ല കൺവേർഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് നമ്മൾ പറഞ്ഞത് ആൻഡും ഓറും പറഞ്ഞു, എന്നാൽ ഇതിനകത്ത് നോട്ട് ഓപ്പറേഷൻ ഇല്ല. ഓക്കെ, ലോജിക്കൽ നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു RISC-V അസംബ്ലിയിൽ ഇല്ല. അതിന് പകരം നമ്മളത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് XOR I S8, S1, -1. ഓക്കെ, അതായത് XOR I ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ S1 എന്ന് പറയുന്ന ഈ ഒരു സോഴ്സ് രജിസ്റ്റർ ഉണ്ടല്ലോ, ഈ ഒരു സോഴ്സ് രജിസ്റ്ററിനെ എങ്ങനെയാണ് നോട്ട് എടുക്കുക, ഈ S1ന്റെ കൂടെ ഈ -1 ഇട്ട് കൊടുത്താൽ ഇതിന്റെ മീനിങ് അത് ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവേർട്ട് ചെയ്തതിന് ശേഷം ആ കിട്ടിയ വാല്യൂനെ S8ലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ S1 എന്ന് പറയുന്നത് ഇതാണ് S1. ഈ S1ന് -1 വെച്ചിട്ട് നമ്മൾ XOR I ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ XOR I X8 S1 -1 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ നോട്ട് ഓപ്പറേഷൻ ആവും. അപ്പൊ S8ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 0 then 0 1 1 1 0 1. ഓക്കെ, ഇതാണ് ഇതിന്റെ നോട്ട് വാല്യൂ. അപ്പൊ ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ നോട്ട് ഓപ്പറേഷൻ ഇല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിന് പകരം യൂസ് ചെയ്യുന്നത് XOR I ആണ്. ഓക്കെ, XOR I ഏത് വാല്യൂയിലേക്കാണോ, ഏത് സോഴ്സ് ഡെസ്റ്റിനേഷനിലേക്കാണോ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യേണ്ടത്, ആ ഡെസ്റ്റിനേഷൻ അതിനുശേഷം ഏത് സോഴ്സിനെയാണോ ഇൻവേർട്ട് ചെയ്യേണ്ടത് ആ സോഴ്സ് രജിസ്റ്റർ -1 ഇട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഓക്കെ, അടുത്തത് എന്താണ് ഈ ഒരു ആൻഡ് ഓർ XOR എന്ന് പറയുന്ന 3 ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിന്റെ പർപ്പസ് എന്നാണ്. ആൻഡ് യൂസ് ചെയ്യുന്നത് മാസ്കിംഗ് ദ ബിറ്റ്സ്. ഓക്കെ, അപ്പം ആൻഡ് ഇസ് യൂസ്ഡ് ഫോർ മാസ്കിംഗ് ദ ബിറ്റ്സ്, OR is used for combining the bits, and XOR is used for inverting the bits. Okay, അപ്പം അതിന്റെ ഓരോ എക്സാമ്പിൾസും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നമ്പർ ഓഫ് ഒരു സെറ്റ് ഓഫ് ബിറ്റ്സ് ഉണ്ടാവും. ആ ബിറ്റ്സിൽ നിന്ന് ഇത്ര പൊസിഷൻ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ 3 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ SLL എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ദെൻ ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കൽ SRL, ആൻഡ് തേർഡ് വൺ SRA ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക്. ഓക്കെ, അപ്പം ലെഫ്റ്റ് ലോജിക്കലിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കായിരിക്കും എത്ര പൊസിഷൻ ആണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അത്രയും പൊസിഷൻ ഫിൽഡ് വിത്ത് 0. ഓക്കെ, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ LSB പാർട്ട് വിൽ ബി ഫിൽഡ് വിത്ത് 0. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് ലോജിക്കൽ. റൈറ്റ് ലോജിക്കൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് റൈറ്റിന്റെ കേസിൽ 2 വരുന്നത്. റൈറ്റ് ഒന്നുമില്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കൽ, പിന്നെ അതല്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക്. ഓക്കെ, അപ്പം ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MSB പാർട്ടിലേക്ക് 0, അതായത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ഷിഫ്റ്റ് ചെയ്യുന്ന പാർട്ട് 0 വെച്ചിട്ട് ഫിൽ ആവും. ഓക്കെ, അവിടെ നമുക്ക് ഒരു അതായത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും പോസിറ്റീവ് വാല്യൂ ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു 0 ഫില്ലിംഗ് നടക്കുന്നത്. പക്ഷെ ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക്കിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ബിറ്റ് ഉണ്ട്. നമ്മുടെ സൈൻ ബിറ്റ് ഉണ്ടല്ലോ, ആ ഒരു MSB പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് സൈൻ ബിറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ ആ സൈൻ ബിറ്റിന്റെ ഭാഗം മൂവ് ചെയ്യുന്ന ഷിഫ്റ്റ് ചെയ്യുന്ന ഭാഗത്തെ
സൈൻ ബിറ്റിന്റെ ഭാഗം 1 ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ തന്നെ ആണെങ്കിൽ അത് 0 ആയിരിക്കും. ഇപ്പൊ നമുക്ക് പറഞ്ഞുതരാം, 0 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഡിഫറൻസ് ഇത്രയാണ്. ഇപ്പൊ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കൽ ആണെങ്കിലും ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക് ആണെങ്കിലും ഒരേ ആൻസർ തന്നെ ആയിരിക്കും കാണിക്കുക. ഓക്കെ, പക്ഷെ നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത് എങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വേറെ വേറെ വാല്യൂസ് ആയിരിക്കും വരിക. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് വരുന്നത്. SLL 3 രജിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു, 2 സോഴ്സ് രജിസ്റ്ററും 1 ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും. ഈ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്, ഈ T1 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സോഴ്സ് രജിസ്റ്റർ ആണ്. ആ സോഴ്സ് രജിസ്റ്ററിൽ എത്രയാണോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, എത്ര പൊസിഷൻസ് ആണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് T2. ആ T1 ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു T2ന്റെ കൗണ്ട് വെച്ചിട്ട് T1 ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഡെസ്റ്റിനേഷൻ T0യിലാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് റൈറ്റ് ലോജിക്കലിനകത്തും ഈ ഒരു T1 എന്ന് പറയുന്നത് എന്താണോ നമ്മൾക്ക് T1 എന്ന് പറയുന്നത് ഏത് നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന്, T2 എന്ന് പറയുന്നത് എത്ര പൊസിഷൻ വെച്ചിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന്, ആ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് T0യില്. ഓക്കെ, സെയിം ഫോർ ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക് ഓൾസോ. ഇനി ഇതിന്റെ നമുക്ക് ഇമ്മീഡിയറ്റ് ഓപ്ഷൻസ് ഉണ്ട്, ഇമ്മീഡിയറ്റ് വേർഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഇമ്മീഡിയറ്റ് വേർഷനിന്റെ കൂടെ നമുക്ക് ആഡ് ആയിയുടെ പോലെ തന്നെ SLLI, SRLI, SRAI വരും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു രജിസ്റ്റർ RS2ന്റെ അവിടെ നമുക്കൊരു രജിസ്റ്റർ ഒക്കെ തരുന്നതിന് പകരം ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ തന്നെ ആയിരിക്കും തരുന്നുണ്ടാവുക. എത്ര എമൗണ്ട് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു 5 ബിറ്റ് അൺസൈൻഡ് ഇമ്മീഡിയറ്റ് വെച്ചിട്ടായിരിക്കും ഈ ഒരു I പാർട്ടിൽ തരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് SLL, SRL, SRA എന്ന് പറയുന്നത് R ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്നാൽ SLLI, SRLI ആൻഡ് SRAI എന്ന് പറയുന്നത് I ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. I ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിനകത്ത് നമ്മളുടെ RS1ഉം RD ഉണ്ടാവും. RS2ന് പകരം ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പം S1 എന്ന് പറയുന്നത് 26 ആണ്. ഓക്കെ, S1 എന്ന് പറയുന്നത് 26 ആണ്. 26ന്റെ ഡെസിമൽ വാല്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, 32 ബിറ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ 0 വെച്ച് ഫിൽ ചെയ്തിട്ടുള്ളത്. 0 വെച്ച് ഫിൽ ചെയ്ത് 32 ബിറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് 26 എന്ന് പറയുന്ന നമ്പറിനെ. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളുടെ RS1. ഓക്കെ, RS1 സോഴ്സ് രജിസ്റ്റർ. ഇനി രണ്ടാമത്തെ RS2 എന്ന് പറയുന്നത് എത്ര പൊസിഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഷിഫ്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് 2 ആണ് കേട്ടോ. ഷിഫ്റ്റ് എമൗണ്ട് 2 ആണ്. ആ 2വിനെയാണ് നിങ്ങൾ ഇവിടെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളത്. അഗെയിൻ 32 ബിറ്റിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും 0 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 26 എന്ന് പറയുന്ന RS1നെയും ഷിഫ്റ്റ് എമൗണ്ട് ആയിട്ടുള്ള RS2വിനെയും ബൈനറിയിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ആ S3 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്കാണ് ഇത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ SLL, S3, S1, S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഈ 26നെ 2 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം S3 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും അല്ലെ. 26 എന്ന് പറയുന്ന ബൈനറി വാല്യൂനെ 26ന്റെ ബൈനറി വാല്യൂനെ 2 എന്നുള്ള ഷിഫ്റ്റ് എമൗണ്ട് വെച്ചിട്ട് 2 ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് S3യിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ S1. S1നെ നമ്മൾ 2 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക അല്ലെ. അപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ഈ LSB പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 2 0 വെച്ചിട്ട് ഫിൽ ചെയ്യും. അതിന്റെ ഒപ്പം ഇവിടെയുള്ള ഈ 2 0 അങ്ങോട്ട് മാഞ്ഞു പോവും. ഓക്കെ, അപ്പോ എന്താ വരിക? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ 11010 എന്ന് പറയുന്നത് 2 പുറത്തോട്ട് നീക്കി വെച്ചിട്ട് ബാക്കിയുള്ള LSB പാർട്ട് 0 കൊണ്ട് ഫിൽ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി SRL, S4, S1, S2 നമ്മൾ S4നകത്താണ് SRL ചെയ്യുന്നത്. ഇപ്പൊ ഈ 26നെ 2 പ്രാവശ്യം റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഈ LSB പാർട്ടിലുള്ള 2 പോവും. LSB പാർട്ടിലത്തെ 2 പോയി കഴിഞ്ഞാൽ ഇവിടെ 110 മാത്രമേ ഉള്ളൂ. അതിന് പകരം MSB പാർട്ടിൽ 2 0 അങ്ങോട്ട് കയറും. ഓക്കെ, ഇതാണ് റൈറ്റ് ഷിഫ്റ്റ് ലോജിക്.
ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കൽ. ഓക്കെ, അപ്പം ഇതാണ് ഒരു കേസ്. അപ്പം ഇതിനകത്ത് ഈ SRLന്റെ കേസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് നെഗറ്റീവ്, ഈ ഒരു 26 എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും പോസിറ്റീവ് വാല്യൂ ആണെങ്കിലും നമുക്ക് ഇവിടെ 0 വെച്ച് തന്നെ ആയിരിക്കും ഈ ഒരു ഷിഫ്റ്റ് എമൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിൽ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് 2 റൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ ചെയ്ത്, 2 റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടത്തെ ഈ 1 0 അങ്ങോട്ട് പോയി, അതിന് പകരം ഇവിടെ 2 0 ആണ് വരുന്നത്. അപ്പം ഇവിടെ എത്ര ഷിഫ്റ്റ് ചെയ്താലും നമുക്ക് ഇവിടെ കയറി വരുന്നത് 0 തന്നെ ആയിരിക്കും ഫോർ SRL. ഓക്കെ, പക്ഷേ SRAന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് S1 S2 S5, അപ്പൊ S5ന്റെ ഉള്ളിലാണ് ഈ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ഷിഫ്റ്റ് 2 ആണ് വരുന്നത്. അപ്പൊ 26ന് വീണ്ടും 2 റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 0 അങ്ങോട്ട് പോകും, 1 0 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1 1 0 ഇവിടേക്ക് വരും. അപ്പം ഈ 2 പാർട്ട് വീണ്ടും 0 വെച്ചിട്ട് ഫില്ലായി. ഇതിപ്പോ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് ഇതിന് രണ്ടിനും ഒരു ചേഞ്ചും ഇല്ലാതെ അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് രണ്ടിനും ഒരു ചേഞ്ചും ഇല്ലാതെ വന്നിട്ടുള്ളത് ഇത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ നെഗറ്റീവ് നമ്പർ ആയിരുന്നുവെങ്കിൽ ഈ സീറോസിന് പകരം SRAയില് 1 1 വെച്ചിട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, സൈൻ ബിറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ പോസിറ്റീവ് ആയത് കാരണം കൊണ്ട് പോസിറ്റീവ് വാല്യൂനെ റെപ്രസെന്റ് ചെയ്യാൻ അവിടെ സീറോസും, നെഗറ്റീവ് വാല്യൂ ആയിരുന്നെങ്കിൽ നെഗറ്റീവ് വാല്യൂനെ റെപ്രസെന്റ് ചെയ്യാൻ ഇവിടെ ആ ഒരു MSB പാർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നത് 2 1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് SRL ആൻഡ് SRAയുടെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസ് ആണ്. മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ RISC-V വരുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് 32 ബിറ്റ് അല്ലെങ്കിൽ 64 ബിറ്റ് പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് MUL ആണ്. അപ്പം അതിന്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്: MUL S1, S2, S3. അതിൽ S2 ആൻഡ് S3 എന്ന് പറയുന്നത് 2 സോഴ്സ് രജിസ്റ്ററും S1 എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. അപ്പം S2 ഇൻറ്റു S3 ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ റിസൾട്ട് S1ലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ S1ലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ കിട്ടിയ എല്ലാം തന്നെ സ്റ്റോർ ചെയ്യില്ല. മൾ ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ 32 ബിറ്റ് മാത്രം, 32 ബിറ്റ് പ്രോഡക്റ്റ്, അതായത് ഈ ഒരു S1നകത്ത് 32 ബിറ്റ്സ് മാത്രമായിരിക്കും കയറുന്നുണ്ടാവുക. ഓക്കെ, 64 ബിറ്റ് വാല്യൂ ആണെങ്കിൽ അതിലത്തെ ആദ്യത്തെ അല്ല, ഒരു LSB ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള 32 ബിറ്റ് വാല്യൂ ആയിരിക്കും ഈ ഒരു S1നകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ബാക്കി വരുന്ന 32 ബിറ്റ്, അതായത് അതിന്റെ മോസ്റ്റ് MSB പാർട്ടിൽ വരുന്ന 32 ബിറ്റ് അത് ഡിസ്കാർഡ് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ MUL എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആദ്യത്തെ LSB പാർട്ടിലുള്ള 32 ബിറ്റ്സ് വിൽ ബി സ്റ്റോർഡ് in the destination register. The remaining most significant part will be discarded. Okay, അപ്പൊ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ വാല്യൂസ് ഒക്കെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് MUL യൂസ് ചെയ്യാൻ പറ്റും. 32 ബിറ്റിന്റെ ഉള്ളിലാണെങ്കിൽ അവിടെ ഒന്നും ഡിസ്കാർഡ് ആയിട്ട് പോവില്ല. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ 64 ബിറ്റും നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾക്ക് കുറച്ച് എക്സ്ട്രാ അല്ലെങ്കിൽ വേറെ ടൈപ്പ് മൾ ഓപ്പറേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വേർഷൻസ് ആണ് MUL-H, MUL-HSU, MUL-HU. ഓക്കെ, MUL-H എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ഹൈ ആണ് കേട്ടോ, മൾട്ടിപ്ലൈ ഹൈ ആണ്. അപ്പം ഈ ഒരു എന്താ പറയാ, MUL-H എന്ന് പറയുമ്പം ഈ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് 32 ബിറ്റിന് മാത്രമല്ല, എന്താ പറയാ, 64 ബിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതില് MUL-H ആണെങ്കിൽ മൾ ഹൈ സൈൻഡ്. അപ്പൊ ഇതിൽ കൊടുക്കുന്ന നമ്മളുടെ ഇപ്പോ S3 S1 S2 എന്ന് നമ്മൾ കൊടുത്തില്ലേ, അപ്പൊ അതില് S1 രജിസ്റ്ററിലുള്ള വാല്യൂവും S2 രജിസ്റ്ററിലുള്ള വാല്യൂവും രണ്ടും സൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈ ഹൈ സൈൻഡ് ആണ് MUL-H എന്ന് പറയുന്നത്. രണ്ട് ഓപ്പറേഷൻസിനെയും ഓപ്പറൻസും സൈൻഡ് ആയിരിക്കും. ഓക്കെ, MUL-HSU എന്ന് പറയുമ്പോൾ ഒന്ന് സൈൻഡും ഒന്ന് അൺസൈൻഡും ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ഓപ്പറൻഡ്, അപ്പൊ RS1 എന്ന് പറയുന്നത് എപ്പോഴും സൈൻഡും RS2 എന്ന് പറയുന്നത് അൺസൈൻഡും ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. MUL-HU എന്ന് പറയുമ്പോൾ ബോത്ത് ആർ അൺസൈൻഡ്, ബോത്ത് ഓപ്പറൻസ് ആർ അൺസൈൻഡ്. ഓക്കെ, അടുത്തത് ഒരു എക്സാമ്പിൾ ആണ് MUL-HSU T1, T2, T3. മൾട്ടിപ്ലൈ ഹൈ സൈൻഡ് ആൻഡ് അൺസൈൻഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു SU എന്ന് പറയുന്നത് ഓരോ ഓപ്പറൻഡ് സൈൻഡ് ആയിരിക്കും, ഓരോ ഓപ്പറൻഡ് അൺസൈൻഡ് ആയിരിക്കും. ഇപ്പൊ T1, T2, T3 എന്ന് പറയുമ്പോൾ
T2യും T3യും ആയിരിക്കും സോഴ്സ് ഓപ്പറൻസ്. അപ്പൊ T2 T3 വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ T1ലേക്ക് സ്റ്റോർ ആവും. T1 ആണ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പൊ അതില് T2 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള വാല്യൂ സൈൻഡും T3 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള വാല്യൂ അൺസൈൻഡും ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒന്ന് 32 ബിറ്റ് ആണ് അല്ലെ. T2 32 ബിറ്റ് ആണ്, അതുപോലെ തന്നെ T3യും 32 ബിറ്റ് ആണ്. അപ്പൊ രണ്ട് 32 ബിറ്റ് വാല്യൂസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ നമ്മളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് വിൽ ബി 64 ബിറ്റ് അല്ലെ. 64 ബിറ്റ് ആയിരിക്കും T1 റിസൾട്ട് എന്ന് പറയുന്നത്. ആ 64 ബിറ്റില് മൊത്തം വാല്യൂ T1ൽ സ്റ്റോർ ആവുമോ? ഇല്ല. ഓക്കെ, അപ്പർ 32 ബിറ്റ്സ് അതിന്റെ അപ്പർ 32 ബിറ്റ്സ് മാത്രമായിരിക്കും T1ലേക്ക് സ്റ്റോർ ആവുന്നത്. ബാക്കിയുള്ള 32 ബിറ്റ്സ് ഡിസ്കാർഡ് ചെയ്ത് പോവാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആ ഒരു കംപ്ലീറ്റ് 64 ബിറ്റും നമുക്ക് ഒരു റിസൾട്ട് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യണം. ഒരു മൾട്ടിപ്ലൈ ഹൈ ഇൻസ്ട്രക്ഷനും ഒരു നോർമൽ മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷനും. ഓക്കെ, ഇത് രണ്ട് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് അതിന്റെ 64 ബിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈ ഹൈ ഇൻസ്ട്രക്ഷൻ അത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ്, S3 S5 എന്ന് പറയുന്ന രണ്ട് രജിസ്റ്ററിന്റെ വാല്യൂസ് ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ അപ്പർ 32 ബിറ്റ്സ് എന്ന് പറയുന്നത് T1ലും ഇനി അത് ഫോളോഡ് ബൈ മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ S3 S5 എന്ന് പറയുന്നതിന്റെ ബാക്കി ലോവർ 32 ബിറ്റ്സ് എന്ന് പറയുന്നത് T2ലേക്കും സ്റ്റോർ ആവും. അപ്പൊ T1ലും T2ലും കൂടിയിട്ടായിരിക്കും ഈ S3 into S5 എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഒരൊറ്റ രജിസ്റ്ററിൽ മാത്രമായിട്ടല്ല, രണ്ട് രജിസ്റ്ററിലായിട്ടായിരിക്കും സ്റ്റോർ ആവുക. ആ രണ്ട് രജിസ്റ്ററിൽ സ്റ്റോർ ആവണമെങ്കിൽ രണ്ട് മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസും കൊടുക്കണം. ഓക്കെ, ഒന്ന് മൾട്ടിപ്ലൈ ഹൈ ഇൻസ്ട്രക്ഷനും പിന്നൊന്ന് മൾ ഇൻസ്ട്രക്ഷനും. ഓക്കെ, ബ്രാഞ്ചിങ് നമ്മൾ മറ്റു ലാംഗ്വേജസിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അതായത് നമുക്ക് ആ ഒരു പ്രോഗ്രാം ഫ്ലോവിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ്, അതുപോലെ തന്നെ സ്വിച്ച് കേസ്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഇതെല്ലാം നമ്മൾക്ക് എന്താ പറയുക ലൂപ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ, അതായത് ഒരേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പലതവണ എക്സിക്യൂട്ട് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് പറ്റാത്തതാണെങ്കിൽ അടുത്തതിലേക്ക് സ്കിപ്പ് ചെയ്യാൻ, ജമ്പ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, സോ ഇറ്റ് മോഡിഫൈസ് ദ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം ആണല്ലോ. കാരണം നമുക്കിപ്പോ പ്രോസസ്സറിന് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫെച്ച് ചെയ്യണം. പക്ഷെ അത് ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രം എങ്ങനെ കിട്ടും? അപ്പൊ ആ ഒരു ഒരേ ഓർഡറിൽ അല്ലാത്ത സീക്വൻഷ്യൽ ഓർഡറിൽ അല്ലാതെ കിടക്കുന്നതിന് ആ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് പ്രോസസ്സറിന് ഈസി ആയിട്ട് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചില പോർഷൻസ് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെ. ചിലപ്പം ചില പ്രീവിയസ് കോഡ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. നമുക്കപ്പം എങ്ങനെയാണ് അത് നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇഫ് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, വൈൽ ലൂപ്പ് ഒക്കെ, ഫോർ ലൂപ്പ് ഒക്കെയാണ് അല്ലെ. അപ്പം നമുക്ക് ബ്രാഞ്ചിങ് നമുക്ക് ടു ടൈപ്സ്, കണ്ടീഷണൽ ബ്രാഞ്ച് ആൻഡ് അൺകണ്ടീഷണൽ ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ കണ്ടീഷണൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഓരോ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ട്രൂ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ടൈപ്സ്. ദെൻ നമ്മുടെ ഇഫ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു എന്താ പറയാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇതിലേക്ക് ജമ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടീഷണൽ ബ്രാഞ്ചസിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാല് BEQ, BNE, BLT, BGE. ഓക്കെ, അതായത് ബ്രാഞ്ച് ഇഫ് ഈക്വൽസ്, branch if not equals, branch if less than, branch if greater than or equal to. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്നതിൽ രണ്ട് സോഴ്സ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ചെക്കിങ് കമ്പാരിസൺ അല്ലേ ഇവിടെ വരുന്നത്. കമ്പാരിസൺ ആയതുകൊണ്ട് തന്നെ രണ്ട് സോഴ്സ് രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഈക്വൽ ആണോ, ഈ രജിസ്റ്ററും ആ രജിസ്റ്ററും ഈക്വൽ ആണോ, അല്ലെങ്കിൽ ഈ രജിസ്റ്ററിനേക്കാൾ അതിലെ വാല്യൂ ഇപ്പോഴത്തെ രജിസ്റ്റർ ഉള്ളതിനേക്കാൾ കൂടുതലാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇൻപുട്ട് എന്ന് കൊടുക്കുന്നത് നമ്മൾ രണ്ട് സോഴ്സ് രജിസ്റ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ അതിൽ സോഴ്സ് രജിസ്റ്റർ രണ്ടെണ്ണം, പിന്നെ
ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ഐ മീൻ ലെസ് ദാൻ ആണെങ്കിൽ ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് പോകണം, ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോകണം. അതല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോകണം. അത് കാണിക്കുന്നത് നമ്മളൊരു ലേബൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. സോ ഈ ഒരു BEQ, BNE, BLT, BGE അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് അൺസൈൻഡ് ഓപ്പറൻസ് ഉള്ള രണ്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് BLTU, BGEU. അങ്ങനെ 6 എണ്ണമാണ് നമുക്ക് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഫോർ എക്സാമ്പിൾ പറയാം, BEQ രണ്ട് സോഴ്സ് രജിസ്റ്ററിന് എക്സാമ്പിൾ S2, S3, L എന്ന് പറയുന്നത് ഒരു ലേബൽ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ചെക്ക് ചെയ്യുക? S2ഉം S3ഉം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ലേബൽ എവിടെയാണോ കിടക്കുന്നത്, ഈ L എന്ന് പറയുന്ന ലേബൽ എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ബ്രാഞ്ചിങ്. ഇപ്പൊ എല്ലാം ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ്. രണ്ട് സോഴ്സ് രജിസ്റ്ററും ഒരു ലേബലും ആണ് അതിന്റെ ഇക്വേഷനിൽ ഉണ്ടാവുന്നത്. ഇക്വേഷനിലെ ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ് കണ്ടീഷണൽ ബ്രാഞ്ചിങ് യൂസിങ് BEQ. ഓക്കെ, ഇപ്പൊ കോഡ് നോക്കാം. ആഡ് ഐ S004. S004 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 രജിസ്റ്ററിൽ 0 ആയിരിക്കും വാല്യൂ. ഇമ്മീഡിയറ്റ് ആഡ് ഇമ്മീഡിയറ്റ് ആണ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട് 4. 0 + 4 ആഡ് ചെയ്തിട്ട് എന്താണോ കിട്ടുന്നത് അത് S0യിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ S0 = 0 + 4 = 4. അതുപോലെ തന്നെ ആഡ് ഐ S101. ആഡ് ഐ S101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 = 0 + 1 = 1, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇനി SLLI S1, S12. S1, S12 അതായത് S1 എന്ന് പറയുന്ന വാല്യൂനെ രണ്ട് പ്രാവശ്യം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് പൊസിഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ തിരിച്ച് S1ൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോ 1നെ ആദ്യം ബൈനറിയിലേക്ക് മാറ്റും. ബൈനറിയിലേക്ക് മാറ്റിയിട്ട് രണ്ട് ഷിഫ്റ്റ് പൊസിഷൻ, ഓക്കെ, ബൈനറിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ രണ്ട് ഷിഫ്റ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക് മാറ്റും. ലെഫ്റ്റിലേക്ക് രണ്ട് ഷിഫ്റ്റ് പൊസിഷൻ മാറ്റി കഴിയുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്നതിനെ വീണ്ടും ബൈനറിയിലേക്ക് മാറ്റും. ഈ 0-1നെ രണ്ട് ഷിഫ്റ്റ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ 0-1 എന്ന് പറയുന്നത് ഇങ്ങോട്ടാവും. അതിന് പകരം രണ്ട് സീറോസ് ഇവിടെ എക്സ്ട്രാ വരും അല്ലെ. അപ്പൊ ഈ ഒരു വാല്യൂ 0100 എന്ന് പറയുന്നത് 4നോട് തുല്യമാണ്. ഓക്കെ, അതാണ് ഇവിടെ 4 വന്നിട്ടുള്ളത്. ഓക്കെ, S1 രണ്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടി. ദെൻ അപ്പൊ S1ന്റെ വാല്യൂ അറ്റ് പ്രസന്റ് 4 ആണ് കേട്ടോ. ഇനി നമ്മളുടെ അടുത്ത BEQ ഇൻസ്ട്രക്ഷൻ. BEQ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാഞ്ച് ഇഫ് ഈക്വൽസ്. ഓക്കെ, ഈക്വൽ ടു ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെ തമ്മിലാണ് ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? S0 രജിസ്റ്ററും S1 രജിസ്റ്ററും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഒന്നാണെങ്കിൽ we want to go to target. ഓക്കെ, ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ലേബൽ ആണ് കേട്ടോ. ഏത് ലേബലിലേക്കാണോ നമുക്ക് ഏത് ഇൻസ്ട്രക്ഷനിലേക്കാണോ നമ്മൾ പോകേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ ലേബൽ കൊടുക്കുന്നത്. ഇപ്പൊ ടാർഗറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, S0ഉം S1ഉം ഈക്വൽ ആണെങ്കിൽ നോക്കൂ, S1ന് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ 4 ആണ്. S0 ഓൾറെഡി നമുക്ക് ഇവിടെ 4 കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ S1ഉം 0 ആയിട്ടുണ്ട്. സോ അവിടെ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഈക്വൽ ആണെങ്കിൽ ഈ ടാർഗറ്റിലേക്കാ പോവുക. അപ്പൊ അതിന്റെ താഴെ കാണുന്ന രണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യോ? ഇല്ല, കാരണം ഈക്വൽ ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ എന്തൊരു ലേബലിൽ കൊടുത്തിട്ടുള്ള ആ ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുക. ടാർഗറ്റിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആഡ് S1, S1, S0. അതിന്റെ മീനിങ് എന്താ? S1 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് S1 + S0 S1 + S0 ചെയ്താൽ എന്ത് കിട്ടുന്നോ അത് തിരിച്ച് ഇതാണ് സോഴ്സ് രജിസ്റ്റർ അല്ലെ. ഈ S1ഉം S0യും കൂടി ആഡ് ചെയ്തിട്ട് തിരിച്ച് എന്ത് കിട്ടുന്നോ അതിനെ S1ലേക്ക് സ്റ്റോർ ആക്കും. ഓക്കെ, ഇതാണ് ഇൻസ്ട്രക്ഷൻ. ഇനിയിപ്പോ ഈക്വൽ അല്ലെങ്കിൽ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. നമ്മളുടെ നോർമൽ ഇഫ് ആൻഡ് എൽസ് പോലെ തന്നെ. ഈക്വൽ ആണെങ്കിൽ ഏതിലേക്കാണോ നിങ്ങൾക്ക് ലേബൽ ചെയ്തിട്ടുള്ളത് ആ ലേബലിലേക്ക് പോകും. അതല്ലെങ്കിൽ അതിന് താഴെ ഏതൊക്കെയാണോ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത് അത് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ നോട്ട് എക്സിക്യൂട്ടഡ് ആണ്. കാരണം അവിടെ BEQ ഈക്വൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ലേബൽ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലേബൽ ഇട്ടിട്ട് ഒരു കോളനും കൂടിയും കൊടുക്കണം. ഓക്കെ, ഇപ്പൊ റിസ്ക്രൈബിന്റെ ഫോർമാറ്റ് അങ്ങനെയാണ്. ലേബൽ കൊടുത്തിട്ട് കോളൻ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ടാർഗറ്റ് കൊടുത്തില്ലേ, ടാർഗറ്റ് എന്ന് കഴിഞ്ഞിട്ട് ഒരു കോളൻ ഇട്ടിട്ട് വേണം ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സെയിം കോഡ് തന്നെ BNE എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. BNE എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ BEQ വെച്ചിട്ട് ടാർഗറ്റ് കൊടുത്തു. ഈക്വൽ ആണെങ്കിൽ ടാർഗറ്റിലേക്ക് പോകും.
ഇവിടെ BNE കൊടുത്തിട്ട് ടാർഗറ്റ് കൊടുത്താൽ എന്ത് വരും? നോട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ടാർഗറ്റിലേക്ക് പോകുള്ളൂ. ഓക്കെ, ഇവിടെ S0യും 4 ആണ്, S1ഉം 4 ആണ്. അപ്പൊ ഇവിടെ S0 ഈക്വൽ ടു S1 ആണ് കേട്ടോ. അപ്പോ S0 ഈക്വൽ ടു S1 ആണെങ്കിൽ നമ്മൾ ടാർഗറ്റിലേക്ക് പോകും. ഓക്കെ, then BNE S0 S1 ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാഞ്ച് നോട്ട് ഈക്വൽസ് S0, S1, ടാർഗറ്റ്. ഓക്കെ, അപ്പോ ബ്രാഞ്ച് നോട്ട് ഈക്വൽ, ബ്രാഞ്ച് ഈക്വൽ അല്ലെങ്കിൽ ഗോ ടു ടാർഗറ്റ്. ഇവിടെ S0യും S1ഉം ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ടാർഗറ്റിലേക്ക് പോയില്ല. ടാർഗറ്റിലേക്ക് പോകുന്നതിന് പകരം ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. S1 ഈക്വൽ ടു S1 പ്ലസ് 1. ഓക്കെ, അപ്പോ S1 ഈക്വൽ ടു 4 പ്ലസ് 1 5ഉം sub S1 equal to S1 minus S0 അല്ലെ. അപ്പൊ S1 equal to 5 minus 4 equal to 1. Okay. Okay, next jumps. Jumps എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ആണെന്ന് പറഞ്ഞു. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒന്ന് ജംപ് ഇൻസ്ട്രക്ഷൻ, അപ്പൊ അത് J വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ജംപ് ആൻഡ് ലിങ്ക് JAL, ദെൻ ജംപ് രജിസ്റ്റർ. ഓക്കെ, അപ്പം ജംപ് എന്ന് പറയുന്നത് J എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ നോർമൽ നമ്മളിപ്പോ ഈ BQലൊക്കെ കണ്ടതുപോലെ തന്നെയാണ്. ഒരു ഇൻസ്ട്രക്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്പെസിഫിക് ലേബലിലേക്ക് ജംപ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ JALഉം JRഉം യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ കോളിന് വേണ്ടിയിട്ടാണ്. ഫംഗ്ഷൻ കോൾ. ഓക്കെ, ഫംഗ്ഷൻ കോൾസ് നമുക്ക് പറയാം. ഇപ്പോ എക്സാമ്പിൾ കോഡാണ് J ടാർഗറ്റ്. ജംപ് ടു ടാർഗറ്റ് ആണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, J ടാർഗറ്റ് എന്ന് ജംപ് ടു ടാർഗറ്റ്. ഈ ടാർഗറ്റ് എവിടെയാണോ ഉള്ളത് ആ ടാർഗറ്റിലേക്ക് നേരിട്ട് ജംപ് ചെയ്യുക. അത് ഇവിടെ അപ്പൊ അതിന്റെ ഈ J ടാർഗറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള വേറെ ഇൻസ്ട്രക്ഷൻ ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, നേരിട്ട് ടാർഗറ്റിലേക്ക് പോകും. അപ്പൊ ഈ ഒരു ആഡ് S1 S0 മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ S1 ഈക്വൽ ടു S1 പ്ലസ് S0, S1ഉം S0യും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു S1ലേക്ക് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് വാല്യൂ റിസൾട്ട് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. ഈ 3 ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യില്ല? എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ബാക്കിയുള്ള ഈ 3 എക്സിക്യൂട്ട് ചെയ്യില്ല. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ട്രൂ ഓർ ഫോൾസ് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഓരോ കണ്ടീഷൻ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യും, അങ്ങനെ. ഓക്കെ, അപ്പൊ അതിൽ വരുന്നത് നമ്മൾ പറഞ്ഞതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇഫ് സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് നമ്മൾ ഹൈ ലെവലിൽ നിന്ന് ഈ ഒരു മെഷീൻ RISC-V മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൈ ലെവലിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും. നമ്മൾ ഈ ഒരു RISC-V കൊടുക്കുന്ന സമയത്ത് ഇഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ എപ്പോഴും ഓപ്പോസിറ്റ് കണ്ടീഷൻ, നമ്മുടെ ഹൈ ലെവൽ കോഡിൽ എന്ത് ടെസ്റ്റ് ചെയ്യാനാണോ തന്നിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആയിരിക്കണം അസംബ്ലി കോഡിൽ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇഫ് ആപ്പിൾസ് ഈക്വൽ ടു ഓറഞ്ചസ് then f is equal to g plus h. ആപ്പിളും ഓറഞ്ചും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി എൽസ് ഈക്വൽ അല്ലെങ്കിൽ ആപ്പിൾസ് ഈക്വൽ ടു ഓറഞ്ചസ് മൈനസ് എച്ച്, ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ആപ്പിൾസ് ഈക്വൽ ടു ഓറഞ്ച് ആണെങ്കിൽ f ഈക്വൽ ടു ജി പ്ലസ് എച്ചും അല്ലെങ്കിൽ ആപ്പിൾ ഈക്വൽ ടു ഓറഞ്ചസ് മൈനസ് എച്ചും, ഇതാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഡ് സ്നിപ്പറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വേരിയബിൾസിനെല്ലാം ഒരു രജിസ്റ്റർ കൊടുക്കണം അല്ലെ. അപ്പം ഓരോ വേരിയബിൾസിനും ഓരോ വേരിയബിളിനും ഓരോ രജിസ്റ്റർ കൊടുക്കണം. ഇതിനകത്ത് എത്ര വേരിയബിൾ വരുന്നുണ്ടെന്ന് നോക്കുക. ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട് അല്ലെ. അപ്പൊ ഈ 5 എണ്ണത്തിന് 5 രജിസ്റ്റർ കൊടുക്കുക. S0 for apple, S1 for orange, then S2 for F, S3 for G and S4 for H. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഓരോ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കോഡിലേക്ക് വരാം. കോഡ് നമുക്ക് ഇഫ് കണ്ടീഷൻ ആണ്. ഇഫിന് പകരം നമ്മൾ ഇഫ് എന്ന് പറയുന്ന ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ബ്രാഞ്ചിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? BQ, BNE, BLT, BGE, BLTU, BGEU. ഓക്കെ, 6 എണ്ണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടീഷൻ നിങ്ങൾക്ക് ഹൈ ലെവൽ കോഡിൽ എന്ത് കണ്ടീഷൻ ആണോ തന്നിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? RISC-V അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ട്. ആപ്പിൾ ഈക്വൽ ടു ഓറഞ്ചസ് എന്ന് പറയുമ്പോൾ BEQ ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതണം? BNE എഴുതണം. ഓക്കെ, ഇഫ് ആപ്പിൾസ് ഈക്വൽ ടു ഓറഞ്ച്, ആപ്പിൾ ഈക്വൽ ടു ഓറഞ്ച് ആയാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഓക്കെ, ഈക്വൽ ടു ഓറഞ്ച് അല്ല എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഓക്കെ, അല്ലെങ്കിൽ താഴത്തെയും ആണെങ്കിൽ മുകളിലത്തെയും. സോ അപ്പൊ നമ്മൾ അല്ല എന്നുള്ളതാണ് കണ്ടീഷൻ കൊടുക്കാൻ പോണേ. BNE
ബ്രാഞ്ച് നോട്ട് ഈക്വൽ ആണെങ്കിൽ അതായത് ആപ്പിളും ഓറഞ്ചും ഈക്വൽ അല്ലെങ്കിൽ എവിടേക്ക് പോകണം? ഈ ആപ്പിൾസ് ഈക്വൽ ടു ആപ്പിൾ ഈക്വൽ ടു ഓറഞ്ച് മൈനസ് എച്ച് അല്ലെങ്കിൽ അല്ലെ. അപ്പൊ BNE S0 S1 S0 എന്ന് പറയുന്നത് ആപ്പിൾ, S1 എന്ന് പറയുന്നത് ഓറഞ്ച്. അപ്പൊ ആപ്പിളും ഓറഞ്ചും നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈ നോട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രം L1ലേക്ക് പോകും. അപ്പൊ L1ൽ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കണ്ടീഷൻ ആയിരിക്കും. L1ൽ കൊടുക്കുന്ന കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ ആണ്. കാരണം എന്താണ്? ഈക്വൽ അല്ലെങ്കിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ BNE S0 S1 L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ L1ൽ സബ് S0 S1 S4. ഓക്കെ, H എന്ന് പറയുന്നത് S4 ആണ്. അപ്പൊ ആപ്പിൾ എന്ന് പറയുന്നത് S0, ആപ്പിൾ എന്ന് പറയുന്നത് S0, ആപ്പിൾ ഈക്വൽ ടു S1 എന്ന് പറയുന്നത് ഓറഞ്ച് മൈനസ് S4 എന്ന് പറയുന്നത് H, ആപ്പിൾ ഈക്വൽ ടു ഓറഞ്ചസ് മൈനസ് H. ഓക്കെ, ഇത് ഈക്വൽ അല്ലാത്ത കണ്ടീഷൻ ആണ് ഈ L1. L1 എന്ന് പറയുന്നത് ലേബൽ ആണ് കേട്ടോ, ലേബൽ കോളൻ ഇട്ടിട്ടാ കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈക്വൽ അല്ലാത്ത കേസ് ആണ് വന്നത്. അപ്പൊ ഈക്വൽ അല്ലാത്ത കേസ് L1ൽ വന്നു. അപ്പൊ ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ F is equal to G plus H. F എന്ന് പറയുന്നത് S2 ആണ്, then G എന്ന് പറയുന്നത് S3 ആണ്, H എന്ന് പറയുന്നത് S4 ആണ്. അപ്പൊ ആഡ് S2, S3, S4. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് ലിമിറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് ആ ഒരു ഓപ്പോസിറ്റിൽ വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ BQ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നോർമലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് BNE വെച്ചിട്ടാണ്, ഓപ്പോസിറ്റ് കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ്, നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇഫിന്റെ പോലെ തന്നെയാണ്. രണ്ട് പാർട്ടായിട്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. ഒന്ന്, ഇഫ് അതിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതല്ല ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എൽസ് പാർട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഓപ്പോസിറ്റ് കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ രജിസ്റ്റേഴ്സ് എല്ലാത്തിനും കൊടുത്തു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് എത്ര വേരിയബിൾ ഉണ്ടോ അത്രയും വേരിയബിളിന് രജിസ്റ്റർ കൊടുക്കുക. അതിനുശേഷം ഈ ഏത് ഇക്വേഷൻ അല്ലെങ്കിൽ സോറി ഏത് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ളത് നോക്കണം. ഈക്വൽ വീണ്ടും തന്നിട്ടുള്ളത് നമുക്ക് സെയിം തന്നെയാണ്, ഈക്വൽസ് ആണ് ഹൈ ലെവലിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളത് മാറ്റുമ്പോൾ ഓപ്പോസിറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ എടുക്കണം. ഓക്കെ, BNE S0 S1 L1. ഓക്കെ, നോട്ട് ഈക്വൽ ആണെങ്കിലാണ് L1ലേക്ക് പോകേണ്ടത് കേട്ടോ. S0 and S1 ആർ ഈക്വൽ ആണെങ്കിൽ L1ലേക്ക്, സോറി ഈക്വൽ അല്ലെങ്കിലാണ് L1ലേക്ക് പോകേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നതിന്റെ ഓപ്പോസിറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഈക്വൽ അല്ലെങ്കിൽ L1ലേക്ക് പോവാം. അപ്പൊ ഓക്കെ, അപ്പൊ L1ൽ എന്താണ്, എൽസ് പാർട്ടിൽ എന്താണോ ചെയ്യാനുള്ളത് അതാണ് ആ ഒരു ടാർഗറ്റ് പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതല്ലാത്ത കണ്ടീഷൻ ഇപ്പോ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ആഡ് S2 S3 S4 എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇഫ് എൽസ് വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ കൂടി കൊടുക്കണം. ജമ്പ് ഇൻസ്ട്രക്ഷൻ, അതായത് എൽസ് പാർട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്ട് നമുക്ക് തന്നിട്ടുള്ളത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജമ്പ് വെച്ചിട്ട് കൊടുത്താൽ ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് ആ ഒരു ഇത് കഴിയുമ്പോൾ അടുത്ത ലേബലിലേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പൊ ജമ്പ് L2 JL2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇഫ് എൽസ് വരുന്നവിടെയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ബാക്കി മറ്റതെല്ലാം സെയിം തന്നെയാണ്, ഇഫ് കേസിന്റെ പോലെ തന്നെയാണ്. ഇഫ് എൽസ് വരുമ്പോൾ നമ്മളൊരു ജമ്പ് സ്റ്റേറ്റ്മെന്റും കൂടി വെച്ചിട്ട് ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സ്വിച്ച് ഓഫ് കേസ് സ്റ്റേറ്റ്മെന്റ്സ്. സ്വിച്ച് ഓഫ് കേസ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മളുടെ സിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇഫ് എൽസ് അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് അല്ലെങ്കിൽ എൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കേസാണ് ഇവിടെ വരുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കേസ് സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോ കുറെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു കണ്ടീഷൻ മെറ്റായ ഇത് പ്രിന്റ് ചെയ്യണം, ഈ കണ്ടീഷൻ മെറ്റായ ഇത് പ്രിന്റ് ചെയ്യണം. അതല്ല ഇനി തന്നിട്ടുള്ളതിൽ ഒരു കണ്ടീഷനും മെറ്റായിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഒരു ബ്ലോക്ക് കൊടുക്കും, അത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ, അതാണ് ഈ ഒരു സ്വിച്ചിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പൊ നെസ്റ്റഡ് ഇഫിനോട് ഇക്വലന്റ് ആണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്വിച്ച് ബട്ടൺ. ഓക്കെ, സ്വിച്ച് നമ്മൾ സ്വിച്ച് എഴുതുന്ന സമയത്ത് സ്വിച്ചിന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് കൊടുക്കും. അതിനുശേഷം അത് എന്തിനോട് ഇക്വലന്റ് ആണെന്നുള്ളത് ചോദിക്കും. ആദ്യത്തെ കേസ് ഇപ്പൊ കേസ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബട്ടന്റെ വാല്യൂ 1 ആണെങ്കിൽ എമൗണ്ട് 20 ആയിരിക്കും. ഓക്കെ, ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും. അടുത്തത് ബട്ടന്റെ വാല്യൂ കേസ് 2 ആണ് കേട്ടോ. ബട്ടന്റെ വാല്യൂ 2 ആണെങ്കിൽ എമൗണ്ട് എന്താണ് 50 ആയിരിക്കും. അടുത്തത് ബട്ടന്റെ വാല്യൂ 3 ആണെങ്കിൽ എമൗണ്ട് 100 ആയിരിക്കും. ഇനി ഇതൊന്നും അല്ലാത്ത കേസ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് എമൗണ്ട് 0 ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് ബട്ടൺ ഈസ് 1 equal to 1 amount will be 20. If button equal to 2 amount will be 50. If button is equal to 3 then amount will be 100. ഇനി ഏറ്റവും ലാസ്റ്റിലെ എൽസ് പാർട്ട് ഡീഫോൾട്ട് ആയിട്ട് എമൗണ്ട് 0 ആണെന്നുള്ളത്. ഇതിന് നമ്മൾ റിസ്ക് 5 എഴുതണം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങൾ
റിസ്ക് ഫൈവിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? വേരിയബിൾസ് നോക്കണം അല്ലെ. എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട് ഇതിനകത്ത്? ബട്ടണും എമൗണ്ടും അല്ലെ. അപ്പൊ ബട്ടൺ എന്ന് പറയുന്നത് ഒരു S0 എന്ന് കൊടുത്തു, എമൗണ്ട് എന്ന് പറയുന്നത് ഒരു S1 കൊടുത്തു. ഓക്കെ, നമ്മൾ റിസ്ക് ഫൈവ് എഴുതുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എപ്പോഴും എന്താണ് ചെയ്യുക? ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണ് ബ്രാഞ്ചിങ്ങിന്റെ സമയത്ത് എടുക്കേണ്ടത് എന്നുള്ളത്. ഇനി ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ എമൗണ്ട് 20 ആണ്. അതായത് ബട്ടന്റെ വാല്യൂ 1 ആണെങ്കിൽ, ബട്ടൺ ഈസ് 1 ആണെങ്കിൽ എമൗണ്ട് വിൽ ബി 20. അപ്പൊ നമ്മൾ ആദ്യം ബട്ടൺ ഒരു വാല്യൂ കൊടുക്കണം. ഇതിൽ നമ്മൾ ബട്ടണിന് മാത്രം രജിസ്റ്റർ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന് പകരം വാല്യൂ ഈ ഒരു 1 എന്നുള്ള വാല്യൂ എവിടെയെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി രജിസ്റ്ററിൽ ഒരു 1 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പൊ അതിനാണ് ആഡ് ആയി ഇൻസ്ട്രക്ഷൻ. എന്തിനാണ്? ആഡ് ഇമ്മീഡിയറ്റ്. ഇപ്പോ കേസ് 1 ആണ് കേട്ടോ. റിസ്ക് ഫൈവിന്റെ ആദ്യത്തെ കേസ് 1 ആണ്. അത് നമ്മുടെ ലേബൽ പോലെ തന്നെ 2 കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഡ് ആയി T0 0 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 + 1 അല്ലെ. T0 = 0 + 1. അപ്പൊ 0 + 1 will be 1. അപ്പൊ T0 ന്റെ വാല്യൂ 1 ആയി. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് എന്താണ്? ഈ ബട്ടണും ഈ T0യിലുള്ള വാല്യൂ ഒന്നാണോ എന്നുള്ളത്. അതായത് S0യിലുള്ള ബട്ടണും T0യിലുള്ള 1ഉം ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ഒന്നാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? 20 പ്രിന്റ് ചെയ്യും അല്ലെ. ഇനി ഒന്നല്ലെങ്കിൽ അടുത്ത കേസിലേക്ക് പോകും. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഈക്വൽ ആണോ എന്നാണോ ചെക്ക് ചെയ്യാൻ പോണല്ല, ഈക്വൽ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബ്രാഞ്ച് നോട്ട് ഈക്വൽ. ഈക്വൽ അല്ലെങ്കിൽ എങ്ങോട്ടാ പോവാ? കേസ് 2ലേക്ക് അല്ലെ. സോ S0 T0 ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ അല്ലെങ്കിൽ ഇറ്റ് വിൽ ജംപ് ടു കേസ് 2. ഈക്വൽ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? എമൗണ്ട് = 20. അപ്പൊ എമൗണ്ട് = 20 എന്ന് പറഞ്ഞാൽ എമൗണ്ട് എന്തിലാണുള്ളത്? S1ല്. ഓക്കെ, അപ്പോ S1 ആഡ് ആയി അല്ലെ. 20 എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ നമ്മൾ അതിലേക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ആയി ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുക. ആഡ് ആയി S1 0 20. ഇപ്പൊ എന്താ ചെയ്യുക? S1 = 0 + 20 അല്ലെ. 0 + 20 is 20. അപ്പൊ S1 ന്റെ വാല്യൂ 20 ആയിട്ട് വരും. S1 ന്റെ വാല്യൂ പറഞ്ഞാൽ എമൗണ്ട് വിൽ ബി 20. ഓക്കെ, അപ്പം ഈക്വൽ BNE S0 T0 കേസ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ അല്ല എങ്കിൽ നേരെ കേസ് 2ലേക്ക് പോവും. ഈക്വൽ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ സെയിം പോലെ തന്നെ കേസ് 2ലും. കേസ് 2ല് വരുമ്പോ എന്ത് ചെയ്യും? ഇനി നമുക്ക് കേസ് 2ലത്തെ ഈ ഒരു 2 എന്ന് പറയുന്ന വാല്യൂ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു 2 എന്ന് പറയുന്ന വാല്യൂ ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആഡ് ആയി യൂസ് ചെയ്തിട്ടുള്ളത്. ആഡ് ആയി എന്ന് പറയുന്നത് ഇപ്പം T0യില് 1 എന്നുള്ള വാല്യൂനെ മാറ്റി നമ്മൾ T0ന്റെ അകത്ത് 2 ആണ് സ്റ്റോർ ആക്കാൻ പോകുന്നത്. ഓക്കെ, T0 0 2. അപ്പൊ T0ന്റെ വാല്യൂ എന്തായി? 2 ആയി. ഇനി എന്താ ചെക്ക് ചെയ്യാൻ പോണ? S0യും T0യും ഒന്നാണോ എന്ന്. S0 എന്ന് പറഞ്ഞാൽ ബട്ടണും 2യും ഒന്നാണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോണത്. ഒന്നാണെങ്കിൽ ബട്ടന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എന്ത് ചെയ്യും? ആണെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു ആഡ് ഐയിലേക്ക് പോവും. അതല്ല എങ്കിൽ നമ്മൾ BNE വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. അല്ല എങ്കിൽ നേരെ കേസ് 3ലേക്ക് പോകും. അപ്പൊ ഓരോ പ്രാവശ്യവും ഇതിന്റെ എക്സിക്യൂഷൻ കഴിയുന്ന സമയത്ത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താ പറഞ്ഞത്? J എന്ന് പറയുന്ന ഒരു ജമ്പിലേക്ക് പോകണം. J കഴിഞ്ഞിട്ട് ഏതാണോ ലേബൽ ആ ലേബലിലേക്ക് പോകണം. ഡൺ. ഓക്കെ, ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ J ഡൺ എന്ന് കൊടുക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കേസും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇത് 3 കേസും എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ നേരെ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് അല്ലെ. നമുക്ക് ഇവിടെ ഒരു ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. ഡീഫോൾട്ട് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് S1 0 0 എമൗണ്ട് 0 ആവും. ഓക്കെ, ഇപ്പം ഇത്രയും പാർട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് നന്നായിട്ട് നോക്കുക, കാരണം നിങ്ങൾക്ക് കോഡ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അങ്ങനെ കോഡിങ് എക്സസൈസും കൂടിയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.